പ്രീതികര സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്ന 1857 വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേശീയത എന്നൊരു കാഴ്ചപ്പാടിന് തുടക്കം കുറിക്കപ്പെട്ടത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയാണ്. ഒട്ടനവധി നാട്ടുരാജ്യങ്ങളായി വേർതിരിക്കപ്പെട്ടിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തോടു കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി പോരാടിയത് ഈ 1857 വിപ്ലവ കാലഘട്ടത്താണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ട ആദ്യ പ്രത്യക്ഷ കലാപമായിട്ട് 1857 വിപ്ലവത്തെ നമ്മൾ കണക്കാക്കുക. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. മറ്റു ചിലത് കൂടെ നമ്മൾ വ്യക്തമായി പഠിക്കാൻ തീരുമാനിച്ചു. ആരംഭിച്ചാലോ? യെസ്. ഒന്ന് 1848 ദത്തവകാശ നിരോധന നിയമം തന്നെയാണ്. ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്ത് ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കുന്ന നാട്ടുരാജ്യങ്ങളിൽ സ്വാഭാവിക അനന്തരാവകാശികളില്ലെങ്കിൽ ആ രാജ്യം അല്ലെങ്കിൽ ആ സാമ്രാജ്യം പൂർണ്ണമായി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും എന്ന നിയമം പാസാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് അനന്തരാവകാശികളില്ലെങ്കിൽ രാജാക്കന്മാർ ദത്തെടുക്കുക പതിവായിരുന്നു. ആ ദത്തെടുത്ത അനന്തരാവകാശിക്ക് പോലും രാജ്യം അവകാശമായി കിട്ടില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ടായപ്പോ സ്വാഭാവികമായും നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. രണ്ട് 1854 പോസ്റ്റ് ഓഫീസ് നിയമം. താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ പല നാട്ടുരാജ്യങ്ങളിലും തപാൽ സംവിധാനം ഉണ്ടായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ എന്ന ഭരണാധികാരി തുടക്കം കുറിച്ച അഞ്ചൽ സംവിധാനത്തെ പോലെ 1884 പോസ്റ്റ് ഓഫീസ് നിയമം പാസാക്കുകയും അതിലൂടെ ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ തന്നെ തപാൽ വകുപ്പ് ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് നിർദ്ദേശം നൽകി ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കുന്ന എല്ലാ നാട്ടുരാജ്യങ്ങളും ഈ ബ്രിട്ടീഷുകാർ ആരംഭിച്ച തപാൽ സംവിധാനം ഉപയോഗിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും പല രഹസ്യ കാര്യങ്ങളോ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള വല്ല ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് പ്രാദേശികമായി തപാൽ സംവിധാനം ഉപയോഗിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് നിയമം അനുസരിക്കണമെന്ന ചിന്താഗതി ഉണ്ടായപ്പോൾ അവർക്ക് പേടിയുണ്ടായി. പല രഹസ്യങ്ങളും ചിലപ്പോ ബ്രിട്ടീഷുകാര് അറിഞ്ഞേക്കാം. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഭരണത്തിൽ അമിതമായി കൈകടക്കുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ടായി. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭാര്യ ചിതയിൽ ചാടി മരിക്കണമായിരുന്നു. എന്നാൽ ആ സതിയനുഷ്ഠാനം ബ്രിട്ടീഷുകാർ നിരോധിച്ചു. 1886 ആ വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാൻ കഴിയും എന്ന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയും ചെയ്തു. വിദ്യാസമ്പന്നരായ പുരോഗമനവാദികൾ ഇത് അംഗീകരിച്ചുവെങ്കിലും പരമ്പരാഗത ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പോകുന്നവർക്ക് ഇത് തെറ്റായി തോന്നി. അവര് അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. 1856 ബ്രിട്ടീഷുകാര് ഒരു നിയമം പാസാക്കി. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. ഈ നിയമം അനുസരിച്ച് ഏതൊരു ബ്രിട്ടീഷ് കോളനിയിലും സേവനം ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് സംവിധാനത്തിലോ ബ്രിട്ടീഷ് സൈനികരായിട്ടോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ മറ്റു ഉദ്യോഗസ്ഥരോട് നിയമിക്കപ്പെട്ട ഇന്ത്യക്കാർ തയ്യാറാകണം. അതായത് ഇപ്പോ ബ്രിട്ടന് യൂറോപ്പിൽ ഒരു കോളനി ഉണ്ട് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഒരു കോളനി ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഉദ്യോഗസ്ഥരായ വ്യക്തികൾ ആഫ്രിക്കയിലും സേവനം ചെയ്യാൻ സന്നദ്ധരായിരിക്കും. മനസ്സിലായോ? ഇന്ത്യയിൽ എവിടെയും സേവനം ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അപ്പോ ബ്രിട്ടീഷ് കോളനികളിൽ എവിടെയും സേവനം ചെയ്യാൻ സന്നദ്ധരായിരിക്കണം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഉദ്യോഗസ്ഥരാകുന്നവർ. അത് സൈനികരായിക്കോട്ടെ, പോലീസുകാരായിട്ടെ, മറ്റ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും വിദ്യാസമ്പന്നരായ ജനങ്ങൾക്കിടയിലും ഇത് പ്രതിഷേധമുണ്ടാക്കി. കാരണം വിദ്യാസമ്പന്നരാണല്ലോ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ജോലിക്കായി പോവുക. അവർക്കും സ്വാഭാവികമായിട്ട് പ്രതിഷേധമുണ്ടായി. ഇത് കൂടാതെ വീണ്ടുമുണ്ട് ചില കാരണങ്ങൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തി. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവയുടെ വില വർദ്ധിക്കും. ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടും. അപ്പോ ഇന്ത്യക്കാരായ ഉൽപാദകർക്ക് അല്ലെങ്കിൽ വ്യവസായികൾക്ക് നഷ്ടം നേരിടുകയും കൂടുതൽ ലാഭം ആര് നേടുകയും ചെയ്യും? ബ്രിട്ടീഷുകാർ നേടുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പോലും ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ബ്രിട്ടീഷുകാരുടെ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾ പരമ്പരാഗത പല ആചാരങ്ങളെയും ചോദ്യം ചെയ്തു.
പല കാഴ്ചപ്പാടുകളെയും ചോദ്യം ചെയ്തു. അത് വിദ്യാസമ്പന്നരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലും പരമ്പരാഗത സംസ്കാരത്തിൽ വിശ്വസിച്ചിരുന്നവര് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതും പ്രതിഷേധത്തിന് കാരണമായി. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമെന്ന ഭീതി. ആദ്യ കാലഘട്ടത്ത് 1813 ചാർട്ടർ നിയമം അനുസരിച്ചാണ് യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തനം അനുവദിക്കുക. എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ പ്രവർത്തനം അനുവദിക്കുക എന്ന് കൃത്യമായിട്ട് ആ നിയമത്തിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാനാണ് പാശ്ചാത്യ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത്. അവർ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ സ്കൂളുകൾ ആരംഭിക്കുന്നു. ആ സ്കൂളുകളിൽ പഠിക്കാൻ എത്തിച്ചേർന്നവർക്ക് എന്ത് ചെയ്യുന്നു? സൗജന്യ ഭക്ഷണം കൊടുക്കുന്നു, ആരോഗ്യ സംവിധാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ തയ്യാറായി. അത് അവരുടെ ദാരിദ്ര്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാനുള്ള ആഗ്രഹം കൊണ്ടാവാം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകുമെന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാം. അത് പരമ്പരാഗതമായി ഹിന്ദുമതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവർക്ക് ഭീതി ഉണ്ടാക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ SCERT പുസ്തകത്തിലെ ഫാക്റ്റ് ആണ്. കൃത്യമായി തന്നെ നമുക്ക് പഠിച്ചു വെക്കാം. കാര്യം മനസ്സിലായെന്ന് കരുതിക്കോട്ടെ. ഒന്ന് റിവിഷൻ ചെയ്തുറപ്പിച്ചാലോ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ദത്തവകാശ നിരോധന നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയത്, ബ്രിട്ടീഷുകാരുടെ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമെന്ന ഭീതിയും ഉണ്ടായി. ഇത്രയുമാണ് 1857 വിപ്ലവം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായ പ്രതിഷേധമുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷുകാരുടെ ഈ ചെയ്തികൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിക്കണം, പ്രതികരിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പലരും പ്രതികരിക്കാൻ രംഗത്ത് വന്നില്ല. കാരണം എന്താ? പേടി. ബ്രിട്ടീഷുകാർ തങ്ങളെ കൊന്നുകളയുമോ? അനാവശ്യമായി തടവിലാക്കുമോ? അല്ലെങ്കിൽ അകാരണമായി തങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കാരണം മനസ്സിൽ പ്രതിഷേധമുണ്ടെങ്കിലും വെളിയിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. തങ്ങൾ പ്രതിഷേധിച്ചാൽ തങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊരു പേടിയുമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാള് ഒന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തോടെ പ്രതിഷേധിക്കാൻ ആൾക്കാർ തയ്യാറാണ്. പക്ഷേ ആ ഒരു തുടക്കം, അതിനു വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. അങ്ങനെയാണ് മറ്റൊരു സംഭവം ഉണ്ടാവുക. ഈ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് കാൾ മാർക്സ് ആയിരുന്നു. കാൾ മാർക്സ് എന്ന് പറയുന്ന ജർമ്മൻ തത്വചിന്തകനാണ്. അദ്ദേഹം ന്യൂ ട്രിബ്യൂണൽ എന്ന പത്രത്തിലാണ് ആദ്യമായി 1857 വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് വിശേഷിപ്പിക്കുക. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് VD സവർക്കറാണ്. ഇത് രണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ 1857 വിപ്ലവ കാലഘട്ടത്തിൽ തന്നെയാണ് കാറൽ മാർക്സ് ഇക്കാര്യം പറയുക. എന്നാൽ പിൽക്കാലത്ത് VD സവർക്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിലൂടെയാണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ച ഇന്ത്യക്കാരനായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. രണ്ടും ഒരൊറ്റ സെന്റൻസ് ആണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് 1857 വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്, ആദ്യമായി വിശേഷിപ്പിച്ചത് കാറൽ മാർക്സ്. പ്രത്യേകിച്ച് ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിൽ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ VD സവർക്കറും പറയും. ഈ വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ ആയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമേഴ്സൺ പ്രഭു. ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ആ സമയത്ത് സൈനിക തലവൻ എന്ന് പറയുന്നത് കൊളിൻ ക്യാമ്പൽ. ഓക്കെ, അപ്പോ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? പാമേഴ്സൺ പ്രഭു ആണ്. ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കാനിങ് പ്രഭുവും സൈനിക തലവൻ എന്ന് പറയുന്നത് കൊളിൻ ക്യാമ്പലുമാണ്. സെറ്റാണേ. ബ്രിട്ടീഷ് ഇന്ത്യ സൈനിക അനുപാതം എന്ന് പറയുന്നത് 1:6 എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ ഒരാളുണ്ടെങ്കിൽ ഇന്ത്യൻ സൈനികർ 6 പേരുണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം 1857 വിപ്ലവം ആധികാരികമായി ബ്രിട്ടീഷുകാർ വിജയിച്ചത്? അതിന് ഏറ്റവും വലിയ പ്രത്യേകതകൾ രണ്ടെണ്ണമാണ്. ഒന്ന്,
ബ്രിട്ടീഷുകാർക്ക് പാശ്ചാത്യ രീതിയിലുള്ള ആയുധ പരിശീലനം കിട്ടിയിട്ടുണ്ട്. അവർ മെച്ചപ്പെട്ട ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെ? തോക്കുകൾ, പീരങ്കികൾ ഒക്കെ. പക്ഷേ പല ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരും അത്തരം ആധുനിക ആയുധങ്ങളില്ലാത്തവരാണ്. വാളുകൊണ്ടും ഒക്കെ പോരാടിയിരുന്നവര്. പ്രാദേശിക ജനങ്ങളാണെങ്കിൽ കമ്പുകൊണ്ടും കോലുകൊണ്ടും ഒക്കെ ആയുധങ്ങൾ നിർമ്മിച്ചവര്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് തോക്കിന് മുന്നിൽ ഇതൊക്കെ സാധ്യമാണോ? ഇല്ല. അങ്ങനെയാണ് പരാജയപ്പെട്ടു പോവുക. അപ്പൊ ബ്രിട്ടീഷും ഇന്ത്യയും തമ്മിലുള്ള സൈനിക അനുപാതം വിപ്ലവ കാലഘട്ടത്ത് 1:6 ആയിരുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ. അപ്പോ എന്തൊക്കെയാ നമ്മൾ പറയുക? പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മൾ പറഞ്ഞു. 1857 വിപ്ലവ കാലഘട്ടത്തിൽ സേവനം ചെയ്തവർ. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തോമസൺ പ്രഭുവും ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭുവാണ്. സൈനിക തലവൻ എന്ന് പറയുന്നത് കൊളിൻ ക്യാമ്പൽ. മറക്കല്ലേ? ബ്രിട്ടീഷിന്റെ സൈനിക അനുപാതം 1:6 1757 കലാപത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നത് താമരപ്പൂവും ചപ്പാത്തിയുമായിരുന്നു. കാരണം വിപ്ലവ കാലഘട്ടത്ത് വിപ്ലവകാരികള് നാട്ടുരാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശിപായികളോ തമ്മിൽ ആശയവിനിമയത്തിന് വേണ്ടി പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ചപ്പാത്തി ആയിരുന്നു, കൂടാതെ താമരയും. അതുകൊണ്ടാണ് 1857 കലാപത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുക? താമരപ്പൂവിനെയും ചപ്പാത്തിയെയും കണക്കാക്കുക. കലാപത്തിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. എന്തുകൊണ്ടാണ് കൻവർ സിംഗിനെ വന്യവയോധികൻ എന്ന് വിളിക്കുക? ഒത്തിരി പ്രായമായിട്ടും അദ്ദേഹം വിപ്ലവ കാലഘട്ടത്ത് എന്തിനു വേണ്ടി ശ്രമിച്ചു? ബ്രിട്ടീഷുകാർക്ക് പോരാടാനായിട്ട് നാട്ടുരാജ്യങ്ങളെ പ്രേരിപ്പിച്ചു. നാട്ടുരാജ്യങ്ങളെ സഹായിച്ചു. നാട്ടുരാജ്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തു എന്നതുകൊണ്ടാണ്. കൻവർ സിംഗ് കലാപത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസമുല്ല ഖാനാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം മറാത്ത സാമ്രാജ്യത്തിന്റെ പേഷ്വാ ഭരണം അവസാനിപ്പിക്കുവാനായിട്ട് ആര് തീരുമാനിച്ചു? നമ്മുടെ ബ്രിട്ടീഷുകാരെ തീരുമാനിച്ചു, അല്ലെ? പേഷ്വാ ബാജിറാവുവിന് മക്കളില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആദ്യം ദത്തെടുത്ത കുട്ടി മരിച്ചുപോയി. രണ്ടാമത് ദത്തെടുത്ത കുട്ടിയാണ് നമ്മുടെ നാനാ സാഹിബ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരൻ നാനാ സാഹിബിനെ അംഗീകരിച്ചില്ല. നാനാ സാഹിബിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ അസമുല്ല ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അസമുല്ല ഖാനെ നമ്മുടെ നാനാ സാഹിബ് ബ്രിട്ടനിലേക്ക് അയച്ചു, ബ്രിട്ടീഷുകാരുമായി ഒരു ചർച്ച ചെയ്യാനായിട്ട്, സന്ധിയിൽ ഏർപ്പെടുവാനായിട്ട്. അങ്ങനെ അസമുല്ല ഖാൻ ബ്രിട്ടനിലെത്തുകയും ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും ചെയ്തു. നാനാ സാഹിബിന്റെ പെൻഷൻ അനുവദിക്കണം, പേഷ്വാ ബാജിറാവുവിന്റെ പിൻതലമുറക്കാരൻ എന്ന രീതിയിൽ. പക്ഷേ ബ്രിട്ടീഷുകാർ അതിന് തയ്യാറായില്ല. അതിന്റെ പേരിൽ നമ്മുടെ നാനാ സാഹിബിന്റെ ദിവാനായ പ്രധാനമന്ത്രിയായ അസമുല്ല ഖാൻ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഇതിന് തക്കതായ വില നിങ്ങൾ നൽകേണ്ടി വരും. ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും. ഒരു കാരണവശാലും ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കില്ല. ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പ്രസ്താവിച്ച നാട്ടുരാജ്യങ്ങളിൽ ആദ്യത്തേതായിരുന്നു നമ്മുടെ നാനാ സാഹിബിന്റെ മറാത്ത. വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്നറിയപ്പെടുന്നതും അസമുല്ല ഖാൻ തന്നെ. ബ്രിട്ടനിൽ നിന്നും തിരിച്ചു വന്നിട്ട് ഇതേ പ്രതിഷേധമുള്ള ദത്തവകാശ നിരോധന നിയമപ്രകാരം പ്രതിഷേധമുള്ള നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളെ പോയി കാണുകയും തങ്ങൾക്ക് ഒരുമിച്ച് ബ്രിട്ടീഷുകാരെ എതിർത്താലോ എന്നൊരു ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നാട്ടുരാജ്യങ്ങൾ ഒന്നടങ്കം ഈ ദത്തവകാശ നിരോധന നിയമത്തിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക. പ്രത്യേകിച്ച് ലക്നൗ, ഝാൻസി തുടങ്ങിയവയൊക്കെ. അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് നമ്മുടെ നാനാ സാഹിബിന്റെ പ്രധാനമന്ത്രിയായ ദിവാനായ അസമുല്ല ഖാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. ഇനി വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, അതായത് വിപ്ലവം ഉണ്ടാകും, ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് ബ്രിട്ടീഷുകാരോട് വാൺ ചെയ്തു, അല്ലെ? നാനാ സാഹിബിനോട് ബ്രിട്ടനിൽ പോയപ്പോ. യെസ്, അതുകൊണ്ട് അദ്ദേഹത്തെ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ കലാപത്തിന്റെ അംബാസഡർ എന്നറിയപ്പെടുന്നത്, വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്നറിയപ്പെടുന്നതും വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും അസമുല്ല ഖാൻ തന്നെ. വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബ് ആദ്യം പരസ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്ത് വന്നെങ്കിലും പരാജയപ്പെട്ടു, ഒളിവിൽ പോയി. ഒളിവിൽ ഇരുന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തു? അതിശക്തമായി ബ്രിട്ടീഷുകാരെ എതിർക്കാനായിട്ട് ഒട്ടനവധി നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ താന്തിയ തോപ്പിയിലൂടെയും അദ്ദേഹത്തിന്റെ ദിവാൻ പ്രധാനമന്ത്രിയായ അസമുല്ല ഖാനിലൂടെയും. വീണ്ടും അദ്ദേഹം രണ്ടാം തവണ തിരിച്ചു വന്ന് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി. അപ്പോഴും അദ്ദേഹം മറ്റു നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. പക്ഷെ വീണ്ടും അദ്ദേഹം പരാജയപ്പെടുകയാണ്. എങ്കിലും വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിളിക്കുന്നത് നാനാ സാഹിബിനെ തന്നെ. എന്തുകൊണ്ട്? നാട്ടുരാജ്യങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ബ്രിട്ടീഷുകാരെ ഏത് തരത്തിൽ ആക്രമണിക്കുമെന്ന് കറക്റ്റായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തത് ആരായിരുന്നു? നമ്മുടെ നാനാ സാഹിബ് തന്നെയായിരുന്നു. ക്ലിയർ അല്ലേ?
ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഈ സ്ലൈഡിൽ 1857 കലാപത്തിന്റെ പ്രതീകമെന്നറിയപ്പെടുന്നത് താമരപ്പൂവും ചപ്പാത്തി. കലാപത്തിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. കലാപത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസ്മുല്ല ഖാനാണ്. വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകനെന്നും വിപ്ലവത്തിന്റെ പ്രവാചകനെന്നും അറിയപ്പെടുന്നത് അസ്മുല്ല ഖാൻ ആണ്. വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നതോ നാനാ സാഹിബ്. ഇനി ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിലൊക്കെ ഭയങ്കര പ്രതിഷേധമുണ്ട്. ആരെങ്കിലും ഒരൊറ്റ തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ ആ വലിയൊരു തീയായിട്ട് ആളിക്കത്താൻ വേണ്ടി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംഭവം ഉണ്ടായത്. കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം നമ്മൾ തീപ്പൊരി എന്നൊക്കെ നമ്മൾ പറയും. മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകൾ നിറച്ച എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ സൈനികരെ നിർബന്ധിച്ചത്. സംഭവം ഇത്രയുള്ളൂടാ. ബ്രിട്ടീഷുകാരെ പുതിയൊരു തോക്ക് കൊണ്ടുവന്നു, എൻഫീൽഡ് തോക്ക്. സാധാരണത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, രണ്ട് തരം തോക്കുകളുണ്ട് ഈ സൈനികർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൂരപരിധി, കുറേയധികം ദൂരപരിധിയുള്ള തോക്കുകളാണ്, പിസ്റ്റൾ അല്ല, തോക്കുകൾ. ഉം. അപ്പോ ആ തോക്കുകൾ എന്ന് പറയുമ്പോൾ, റൈഫിൾ എന്ന് പറയുമ്പോൾ സാധാരണ ഇതില് ഓരോ തിര എടുത്തിട്ട് ഫയർ ചെയ്ത് മാറ്റണമായിരുന്നു. ഓരോ തിര നിറയ്ക്കണം, വെടിവെക്കണം. നമ്മുടെ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന .22 റൈഫിൾ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഈ ഒരു ഓരോ ബുള്ളറ്റ് എടുത്ത് വെച്ച് ഫയർ ചെയ്തിട്ട് വീണ്ടും അടുത്ത ബുള്ളറ്റ് നിറയ്ക്കണം, അങ്ങനെയാണ്. പക്ഷേ സൈനിക മേഖലയിൽ ഇത്തരം തോക്കുകൾ പ്രയോജനകരമാണോ? ഇല്ല. അപ്പൊ കുറെ ബുള്ളറ്റുകൾ ഒരുമിച്ച് കൃത്യമായിട്ട് ഓരോ ഫയറിന് ശേഷം അടുത്ത ബുള്ളറ്റ് കൃത്യമായിട്ട് ആ വെടിയുതിർക്കുന്നതിന് തയ്യാറാക്കണം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന തോക്കായിരുന്നു എൻഫീൽഡ് തോക്ക്. അതായത് കുറെ ബുള്ളറ്റുകൾ ചേർത്ത് വെച്ച് ഒരു ബോക്സ് ഉണ്ടാവും. നമ്മളതിനെ മാക്സിൻ എന്നാണ് പറയുക. ആ മാക്സിൻ ഈ തോക്കിന്റെ മുകളിലായിരിക്കും വെക്കുക. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. SLR എന്ന് പറയുന്ന തോക്ക് അല്ലെങ്കിൽ LMG എന്ന തോക്കിലൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ മാക്സിനിൽ നിന്നും ബുള്ളറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, തോക്കിലേക്ക് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഈ ബുള്ളറ്റ് തമ്മിൽ ഘർഷണം കുറയണം. ഘർഷണം കുറയണമെങ്കിൽ എന്ത് ചെയ്യണം, ലൂബ്രിക്കന്റ് ഉപയോഗിക്കണം. ശരിയല്ലേ? അല്ലെ? ഘർഷണം കുറയാൻ നമ്മൾ ലൂബ്രിക്കന്റ് ഉപയോഗിക്കും, എങ്കിലേ കൃത്യമായിട്ട് ഇറങ്ങി പോകത്തുള്ളൂ. അപ്പോ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് എപ്പോഴും വരുമാനം കൂടുതലും ചിലവ് കുറയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് വില കൂടിയ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നതിന് പകരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇന്ത്യയിൽ പ്രാദേശികമായി കിട്ടുന്ന എന്ത് ചെയ്തു, കൊഴുപ്പ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതില് പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്ന ഒരു ആശയം ഇന്ത്യക്കാരായ സൈനികരുടെ ഇടയിൽ പ്രചരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവര് ഈ തോക്ക് ഉപയോഗിക്കാൻ തയ്യാറായില്ല. കാരണം പന്നി എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്ക് വിരുദ്ധ മൃഗമാണ്. പശു എന്ന് പറയുമ്പോൾ ഹിന്ദുമത വിശ്വാസികൾക്ക് പുണ്യമൃഗവും. അവയുടെ കൊഴുപ്പ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൈനികര് ആ തോക്ക് തൊട്ടുപോലും നോക്കാൻ തയ്യാറായില്ല. തങ്ങളുടെ മതത്തിന് എതിരാണ് എന്ന് ആരോപിച്ചുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, അത് ഉപയോഗിക്കാൻ കർശനമായി എന്ത് ചെയ്യും, നിർദ്ദേശം കൊടുക്കും. കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ സംസ്കാരമൊന്നും അവർ നോക്കുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ച് പ്രധാന അവരുടെ ലാഭമാണ് വലുത്. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചിന്തിക്കില്ല. ഇത് കൂടാതെ മറ്റൊരു ആശയം കൂടെ പ്രചരിക്കപ്പെട്ടു. ഈ ഇന്ത്യൻ സൈനികര് ഈ തോക്ക് ഉപയോഗിക്കില്ല എന്ന് വാശി പിടിച്ചപ്പോ ഇന്ത്യൻ സൈനികർക്ക്, അതായത് ശിപായികൾക്ക് നൽകേണ്ട ഫുഡ് ഗോതമ്പ് മാവില് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പന്നിയുടെയും പശുവിന്റെയും എല്ല് പൊടിച്ചു ചേർത്തു എന്നൊരാശയം പ്രചരിക്കപ്പെട്ടു. ഇതും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികർ അഥവാ ശിപായികളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. കാരണം തങ്ങളുടെ ഭക്ഷണത്തിന് പോലും അവരെന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു എന്ന രീതി, ഭക്ഷണം പോലും ലംഘിക്കപ്പെടുന്നു എന്ന രീതി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത് മംഗൾ പാണ്ഡെ എന്ന ഒരു കാലാൾപ്പടാംഗമാണ്. മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ശിപായി അഡ്ജുട്ടന്റ് ഹെൻറി ബോഗിനെ കൊലപ്പെടുത്തി 1857 മാർച്ച് 29-ാം തീയതി. യഥാർത്ഥത്തിൽ മംഗൾ പാണ്ഡെ വെടിയുതിർത്തത് ജെയിംസ് ഹ്യൂസനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ജെയിംസ് ഹ്യൂസന്റെ ദേഹത്തെ പതിക്കുന്നതിന് പകരം ബുള്ളറ്റ് ആരുടെ ദേഹത്ത് പതിച്ചു, നമ്മുടെ അഡ്ജുട്ടന്റ് ബോഗിന്റെ ദേഹത്ത് പതിച്ചു. അങ്ങനെ അഡ്ജുട്ടന്റ് ബോഗ് കൊല്ലപ്പെടുക. അപ്പൊ മംഗൾ പാണ്ഡെ കൊല്ലാൻ ശ്രമിച്ചത് ജെയിംസ് ഹ്യൂസൻ. അപ്പൊ ഒരു തെറ്റ്. രണ്ട്, കൊല്ലപ്പെട്ടതാരാ, അഡ്ജുട്ടന്റ് ബോഗ്. അപ്പൊ രണ്ട് കുറ്റം ആര് ചെയ്തു, മംഗൾ പാണ്ഡെ എന്ന കാലാൾപ്പട ചെയ്തു. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, മംഗൾ പാണ്ഡെയെ ദീർഘകാലം വിചാരണയ്ക്ക് വിധേയനാക്കൂ? ഇല്ല. കാരണം മംഗൾ പാണ്ഡെ പ്രതിഷേധിച്ചു ഈ ഒരു രണ്ട് കാരണത്തിന്മേൽ. എന്തൊക്കെ? ആ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് എൻഫീൽഡ് തോക്കിൽ ഉപയോഗിച്ചു. രണ്ട്, ഗോതമ്പ് പൊടിയിൽ എന്ത് ചെയ്തു, നമ്മുടെ പശുവിന്റെയും പന്നിയുടെയും എല്ല് പൊടി ചേർത്തു. ഈ രണ്ട് കാരണങ്ങൾ കാരണം വളരെ പെട്ടെന്ന് മംഗൾ പാണ്ഡെയെ ശിക്ഷിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് ശിപായികളും മറ്റ് പടയാളികളും രംഗത്ത് വരാം. അത് ചിലപ്പോൾ ബ്രിട്ടീഷുകാർക്ക്
തടഞ്ഞു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇന്ത്യൻ സൈനികരാണ് കൂടുതൽ. 6 ഇന്ത്യൻ സൈനികരുണ്ടെങ്കിൽ അതിന് പകരം ഒരു ബ്രിട്ടീഷ് സൈനികനേ ഉള്ളൂ. അപ്പൊ അവര് പ്രതിഷേധം ചിലപ്പോൾ പെട്ടെന്ന് തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് മംഗൾ പാണ്ഡെ തൂക്കിലേറ്റി. 1857 ഏപ്രിൽ മാസം 8-ാം തീയതി. ഒന്ന് നോക്കിയേ, കേവലം 10 ദിവസം. മാർച്ച് 29-ന് അഡ്ജുഡന്റ് ബോഗ് കൊല്ലപ്പെടുന്നു. തുടർന്ന് 10-ാം ദിവസം 1857 ഏപ്രിൽ 8-ാം തീയതി ബാരക്പൂരിൽ വെച്ച് മംഗൾ പാണ്ഡെ തൂക്കിലേറ്റി. ഉത്തരം നൽകിയത് ആരാണ്? ജോൺ ഹേസി എന്ന ഉദ്യോഗസ്ഥന്. അപ്പൊ 3 വ്യക്തികളുടെ പേരാണ് നമ്മൾ ഇവിടെ പഠിക്കുക. മംഗൾ പാണ്ഡെ കൊല്ലാൻ ശ്രമിച്ചത് ആരെ? ജെയിംസ് ഹ്യൂസനെ. ആരാ കൊല്ലപ്പെട്ടെ? അഡ്ജുഡന്റ് ഹെൻറി ബോഗ്. മംഗൾ പാണ്ഡെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ആരാ? ജോൺ ഹേസി. ഓക്കെ അല്ലേ? എന്നാ തൂക്കിക്കൊന്നേ? 1857 ഏപ്രിൽ 8-ാം തീയതി. എവിടെ വെച്ച്? ബാരക്പൂരിൽ വെച്ച്. ഓക്കെ അല്ലേ? 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട അംഗമായിരുന്നു ആര്? മംഗൾ പാണ്ഡെ. അതുകൊണ്ട് തന്നെ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി കണക്കാക്കുന്നത് ആരെയാണ്? മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? മംഗൾ പാണ്ഡെ അഡ്ജുഡന്റ് ഹെൻറി ബോഗനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29. യഥാർത്ഥത്തിൽ ആരെ കൊല്ലാൻ ശ്രമിച്ചേ? ജെയിംസ് ഹ്യൂസനെ. 1857 ഏപ്രിൽ 8-ാം തീയതി ബാരക്പൂരിൽ വെച്ച് മംഗൾ പാണ്ഡെ തൂക്കിക്കൊല്ലുന്നു. തൂക്കിക്കൊല്ലാൻ ഉത്തരവ് നൽകിയതാരാണ്? ജോൺ ഹേസി. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് ശിപായികൾ, ഇന്ത്യൻ സൈനികർ പേടിച്ചു. കാരണം തങ്ങൾ പ്രതിഷേധിച്ചാലും ഇത് തന്നെയായിരിക്കും ഗതി. അല്ലേ? അങ്ങനെ പേടിച്ചു കാണാം. എങ്കിലും മറ്റൊരു നേതാവ് ഉയർന്നു വരികയാണ്, ഖദം സിംഗ്. ഖദം സിംഗ് എന്ന് പറയുന്ന ശിപായി ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതോടൊപ്പം സൈനികരെയും. തങ്ങൾ ഇനിയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴില് അവരുടെ അടിമകളെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴും അവരുടെ മനസ്സിൽ ഈ പ്രതിഷേധമുണ്ട്. എന്തൊക്കെ? എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 2, പന്നിയുടെയും പശുവിന്റെയും എല്ലിൻ പൊടി ചേർത്ത് ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാനും കഴിയില്ല. ശരിയല്ലേ? ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്ത്യൻ സൈനികരായ സിപായിമാരുടെ മനസ്സിലുണ്ട്. അവര് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1857 മെയ് 10-ാം തീയതി മീററ്റിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ശിപായികളെ സംബന്ധിച്ചിട്ട് തങ്ങൾക്ക് ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ വിപ്ലവം നടത്തിയ ശേഷം ഇവര് തീരുമാനിച്ചു, മീററ്റ് എന്ന് പറയുന്ന സൈനിക താവളത്തിലാണ് ഇവര് വിപ്ലവം ആരംഭിക്കുക. മീററ്റ് എന്ന് പറയുന്ന സൈനിക താവളം ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ആ സൈനികരെല്ലാരും കൂടി തീരുമാനിച്ചു, നമുക്ക് മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ പോയി കാണാം. അദ്ദേഹത്തോട് തങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആവശ്യപ്പെടാം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് ഇവർ പോവുക. വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തി. മാർച്ച് പാസ്റ്റ് നടത്തുമ്പോൾ അവർ പാടിയ ഗാനമായിരുന്നു അസമുല്ല ഖാൻ രചിച്ച ഹം ഹേ ഇസ്കാ മാലിക്. അതായത് തങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമ. അതുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യം ഞങ്ങൾ അംഗീകരിക്കില്ല. ബ്രിട്ടീഷ് ആധിപത്യം ഞങ്ങൾ തുടച്ചു നീക്കും എന്നൊരു കാഴ്ചപ്പാട്. ആ ഒരു പാട്ടോടുകൂടി നമ്മുടെ ശിപായികൾക്ക് വളരെയധികം എനർജി കിട്ടി പോലെ അല്ലെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ അല്ലെ? ബ്രിട്ടീഷുകാരുടെ ആധിപത്യം തൂത്തെറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി അവർ ശക്തമായി ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് ചെയ്തു. 1857 മെയ് 11-ാം തീയതി വിപ്ലവകാരികൾ ഡൽഹിയിലെ ബ്രിട്ടീഷ് അധീന പ്രദേശം കീഴടക്കി. തുടർന്ന് മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമനെ പോയി കാണുകയും തങ്ങളുടെ ഭരണാധികാരിയെ ചുമതലയേക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബഹദൂർ ഷാ രണ്ടാമന് ഒത്തിരി വയസ്സായി. എങ്കിലും അദ്ദേഹം അംഗീകരിച്ചു. ഓക്കെ, ഡൺ, ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകാം, നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാം. അങ്ങനെ ബഹദൂർ ഷാ രണ്ടാമനെ ഈ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ബഹദൂർ ഷാ രണ്ടാമൻ ഒരു ചക്രവർത്തിയാണോ? അല്ല. ചക്രവർത്തി എന്ന് പറഞ്ഞാല് ഒട്ടനവധി രാജ്യങ്ങളുടെ തലവനാണ്. അതായത് ഒട്ടനവധി രാജാക്കന്മാരുടെ തലവനെയാണ് നമ്മൾ ചക്രവർത്തി എന്ന് വിളിക്കുക. ഇവിടെ വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി അവരോധിച്ചതാണ്. കേട്ടോ? കാരണം ഇനി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൽ ആകെ 20 ഭരണാധികാരികളുണ്ട്. അതിൽ എത്ര ചക്രവർത്തിമാരായിരുന്നു? 6 പേരാണ്. ആരൊക്കെ? ആദ്യത്തെ 6 പേര് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, പിന്നെ ഔറംഗസേബ്. അവരാണ് വളരെ വിസ്തൃതമായ ഭൂപ്രദേശം ആധിപത്യം വഹിച്ചിരുന്നത്. പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കുറഞ്ഞു വന്നു. ബഹദൂർ ഷാ രണ്ടാമനൊക്കെ ഡൽഹി മാത്രം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. ഓക്കെ. അപ്പോ വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചു. പക്ഷേ
മുഗൾ സാമ്രാജ്യത്തിലെ ഒരു ചക്രവർത്തിയാണോ ബഹദൂർ ഷാ സെക്കൻഡ്? അല്ല. ഓക്കെ അല്ലേ? അപ്പോ 1887 മെയ് 10 മീററ്റിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഗാനമാണെന്ത്? ഹം ഹേ ഇസ്കാ മാലിക്. അത് ആരാ രചിക്കുന്നേ? അസമുല്ല ഖാൻ. വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്നറിയപ്പെടുന്ന, വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന അസിമുല്ല ഖാൻ തന്നെ. ആരാണ് ഈ അസിമുല്ല ഖാൻ? നമ്മൾ പറഞ്ഞിരുന്നു, നാനാ സാഹിബിന്റെ ദിവാനാണ് അല്ലെ. 1857 മെയ് 11 വിപ്ലവകാരികൾ ഡൽഹി കീഴടക്കി. തുടർന്ന് വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ 1857 വിപ്ലവ കാലഘട്ടത്ത് പ്രതിഷേധം അല്ലെങ്കിൽ വിപ്ലവ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ്. ഓക്കെ. അപ്പോ ഉത്തർപ്രദേശ് ഉൾപ്പെടെ, ആ ഉത്തർപ്രദേശിനകത്തെ ചെറിയൊരു ഭൂപ്രദേശമാണ് ഡൽഹി കേട്ടോ. അപ്പോ യുണൈറ്റഡ് പ്രൊവിൻസ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആ വിപ്ലവ കേന്ദ്രങ്ങളും അവിടെ വിപ്ലവം നയിച്ച പ്രധാന വിപ്ലവകാരികളെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ്. അത് മുഗൾ ചക്രവർത്തി എന്ന രീതിയിൽ അല്ലെ. പിന്നെ ആര് വേണം? ആ നമ്മുടെ ശിപായിമാരുടെ നേതൃത്വത്തിൽ ഒരാൾ വേണ്ടേ? അദ്ദേഹമാണ് ആരാ? ജനറൽ ഫക്ത് ഖാൻ എന്ന് പറയുക. അപ്പൊ ഡൽഹിയില് ബഹദൂർ ഷാ സെക്കൻഡും കൂടാതെ ജനറൽ ഫക്ത് ഖാനും ജനങ്ങളോട് നമ്മുടെ ബഹദൂർ ഷാ സെക്കൻഡ് ആഹ്വാനം ചെയ്തു. അല്ലയോ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഈ വിപ്ലവത്തിൽ പങ്കുചേരണം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ അതിശക്തമായ രംഗത്ത് വരണം. അപ്പൊ ജനങ്ങൾ അത് കേട്ടിട്ടുണ്ടാവോ? ഉറപ്പായും കേട്ടെന്നേ. ജനങ്ങൾ അവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചത് ഡൽഹി ആയിരുന്നു ആദ്യം. ഈ ഡൽഹിയിലെ വിപ്ലവമാണ് പിന്നീട് മറ്റു ഭൂപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുക കേട്ടോ. അങ്ങനെ ഈ ഡൽഹിയിൽ സാധാരണക്കാരായ ജനങ്ങൾ പോലും എന്ത് ചെയ്തു? വിപ്ലവത്തിന് തയ്യാറായി. അതിന് കാരണം ബഹദൂർ ഷാ സെക്കൻഡ് പുറപ്പെടുവിച്ച വിളംബരമാണ്. ആ വിളംബരം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അസംഗഡ് വിളംബരം എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് PSC സ്ഥിരം ചോദിക്കും പ്രിയ വിദ്യാർത്ഥികളെ, ബഹദൂർ ഷാ സെക്കൻഡ് 1887 വിപ്ലവ കാലഘട്ടത്ത് ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ഏത്? അസംഗഡ് വിളംബരം. അങ്ങനെ പൊതുജനങ്ങള് തെരുവിലേക്ക് ഇറങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിയോഗിക്കപ്പെട്ട, വിപ്ലവം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട ജനറൽ നിക്കോൾസൺ എന്ത് ചെയ്തു? സാധാരണ ജനങ്ങളെ പോലും ദാരുണമായി കൊന്നൊടുക്കി. കൃത്യമായിട്ട് അദ്ദേഹം സൈനികരെ അടിച്ചമർത്തുക കൂടാതെ സാധാരണക്കാരായ ജനങ്ങളെ, ആയുധമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളെ കൂടെ അദ്ദേഹം കൊന്നൊടുക്കി. അതുകൊണ്ട് ജനറൽ നിക്കോൾസനെ എന്തെന്ന് വിളിക്കുന്നു? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിളിക്കുന്നു. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് നമ്മുടെ ജനറൽ നിക്കോൾസനെ വിശേഷിപ്പിക്കുകയും ഇദ്ദേഹം ഡൽഹിയിൽ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കി എന്ന് ലോകത്തെ അറിയിക്കുകയും ചെയ്തത് ഉറുദു കവിയായ മിർസ ഗാലിബ് ആയിരുന്നു. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് ജനറൽ നിക്കോൾസനെ വിശേഷിപ്പിക്കുകയും ഡൽഹിയിൽ നടന്ന ഈ ദാരുണ സംഭവം നേരിട്ട് കണ്ട് മറ്റ് ഭൂപ്രദേശങ്ങളിൽ ലോകത്തെ അറിയിക്കുകയും ചെയ്ത ഉറുദു കവിയാണ് ആര്? മിർസ ഗാലിബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തുടർന്ന് ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങുന്നു. അദ്ദേഹത്തെ ബർമയിലേക്ക്, ഇന്നത്തെ മ്യാൻമാറിലേക്ക് നാടുകടത്തുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഡൽഹിയിലെ കഥ നമ്മളിവിടെ പഠിച്ചു. അപ്പൊ ഡൽഹിയില് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാ? ബഹദൂർ ഷാ സെക്കൻഡ്, മുഗൾ ഭരണാധികാരി, പിന്നെ ജനറൽ ഫക്ത് ഖാൻ, ശിപായിമാരുടെ നേതാവ് എന്ന രീതിയിൽ. ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ബഹദൂർ ഷാ സെക്കൻഡ് പുറപ്പെടുവിച്ച വിളംബരമായിരുന്നു എന്ത്? അസംഗഡ് വിളംബരം. സെറ്റാണ്. ഇപ്പൊ തന്നെ പഠിച്ചുറപ്പിക്കുന്നത് എന്താണ്? അസംഗഡ് വിളംബരം. ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജനറൽ നിക്കോൾസൺ ആണ്. സാധാരണക്കാരായ ജനങ്ങളെ കൂടെ അദ്ദേഹം കൊന്നൊടുക്കി. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിളിക്കുന്നു. ഡൽഹിയിലെ ഈ കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ ഉറുദു കവിയായിരുന്നു മിർസ ഗാലിബ്. അദ്ദേഹമാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് ആദ്യമായി ജനറൽ നിക്കോൾസനെ വിശേഷിപ്പിക്കുക. ആ കവിയിലൂടെയാണ് ലോകം ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അറിയുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ പരാജയപ്പെടുന്നു. അദ്ദേഹത്തെ നാടുകടത്തിയത് എങ്ങോട്ട്? ബർമയിലേക്ക് അഥവാ മ്യാൻമാറിലേക്ക്. വിപ്ലവകാലത്ത് കോൾ ഗോത്രവർഗ്ഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഗോനു ആയിരുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, 2025 കുറേ പരീക്ഷയിൽ ആവർത്തിച്ച ചോദ്യമായിരുന്നു. 1857 വിപ്ലവ കാലഘട്ടത്ത് കോൾ ഗോത്രവർഗ്ഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ധീര ആരാണ്? ഗോനു. ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്ന് ഞാൻ പറഞ്ഞ പോലെ. മീററ്റിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? കദം സിംഗ് ആയിരുന്നു. 1857 മെയ് 10 മീററ്റിലാണ് വിപ്ലവം ആരംഭിക്കുന്നത് അല്ലെ. അവിടെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? കദം സിംഗ് ആയിരുന്നു. കാൺപൂരില് നാനാ സാഹിബും അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയായ താന്ത്യ തോപ്പിയും കൂടാതെ നാനാ സാഹിബിന്റെ ദിവാൻ പ്രധാനമന്ത്രിയായ അസമുല്ല ഖാൻ. അപ്പൊ മീററ്റിൽ ആരാ? കദം സിംഗ്. കാൺപൂരിൽ ആരാ? നാനാ സാഹിബ് ഉണ്ട്, താന്ത്യ തോപ്പിയുണ്ട്, കൂടാതെ അസമുല്ല ഖാൻ ഉണ്ട്. നാനാ സാഹിബാണ് പേഷ്വ, അതായത് മറാത്ത സാമ്രാജ്യത്തിന് വേണ്ടി ഭരിക്കുന്ന പേഷ്വ എന്ന ഭരണാധികാരി. പിന്നെ അദ്ദേഹത്തിന്റെ സർവ്വ സൈന്യാധിപനാണ് ആത്മാർത്ഥ സുഹൃത്തു കൂടെയായ താന്ത്യ തോപ്പി.
നാനാ സാഹിബിന്റെ പ്രധാനമന്ത്രിയാണ് ആര്? അസമുല്ല ഖാൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി അസമില് ആരാണ് നേതൃത്വം നൽകുക? മണിറാം ദത്ത. അസമില് മണിറാം ദത്ത. ബറോട്ടില് ഷാമാൽ. PSC ചോദിച്ചിട്ടുണ്ട് 1857 വിപ്ലവ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവ് ആരാണ്? ആരാണ് ജാട്ട് നേതാവ്? ബറോട്ടിൽ നേതൃത്വം നൽകിയ ഷാമാലാണ്. മറക്കല്ലേ, ഷാമാലാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? വിപ്ലവ കാലഘട്ടത്ത് കോൾ ഗോത്രവർഗ്ഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഗോരുവാണ്. ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങളിൽ എവിടെയാണ്? എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതില് മീററ്റില് നേതൃത്വം നൽകിയത് കദം സിംഗ് ആണ്. കാൺപൂരില് നാനാ സാഹിബ്, സഹായിച്ചത് താന്തിയ തോപ്പി റസമുല്ല ഖാൻ. അസമിലാര? മണിറാം ദത്ത. ബറോട്ടില് ജാട്ട് നേതാവായ ഷാമാലാണ്. ലക്നൗ, ഔദ്, ആഗ്ര എന്നിവിടങ്ങളില് ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നേപ്പാളിലേക്ക് പലായനം ചെയ്തു രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോ ലക്നൗ, ഔദ്, ആഗ്ര എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 വിപ്ലവ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വന്നത്, ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് എവിടെയായിരുന്നു? ലക്നൗ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1857 വിപ്ലവം ആരംഭിച്ച മീററ്റ്, വിപ്ലവത്തിൽ സാധാരണ ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഡൽഹി, വിപ്ലവം നയിച്ച ധീരവനിതയായി കണക്കാക്കുന്ന ഝാൻസിയിലെ റാണി, ഈ ഭൂപ്രദേശങ്ങളെക്കാൾ ഉപരിയായി ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ ലക്നൗ എന്ന് പറയുന്ന ഭൂപ്രദേശമാണ്. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രത്തിലൂടെ. കാരണം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ലക്നൗ എന്ന കണക്കാക്കുക. അതുകൊണ്ട് തന്നെ 1857 വിപ്ലവത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെ ലക്നൌവിൽ തന്നെയാണ് കേട്ടോ. അപ്പോ ലക്നൗ, ഔദ്, ആഗ്ര എന്നിവിടങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. പരാജയപ്പെട്ടതിനെ തുടർന്ന് എങ്ങോട്ട് രക്ഷപ്പെട്ടു? നേപ്പാളിലേക്ക്. ഔദിലെ സിൻഹട്ട് യുദ്ധത്തിൽ, ഔദ് എന്ന് പറയുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് അതായത് ഈ ബ്രിട്ടീഷുകാരുടെ 1848 ദത്തവകാശ നിരോധന നിയമം അനുസരിച്ച് കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷുകാർ ഏറെ ആഗ്രഹിച്ചിരുന്ന ഭൂപ്രദേശമാണ് ഔദ് എന്ന് പറയുന്നത്. കാരണം മറ്റ് നാട്ടുരാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ, അതായത് കാർഷിക മേഖലയിൽ ഫലസമൃദ്ധിയുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ഔദ്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം, ഏറ്റവും വിഭവസമൃദ്ധമായ കാർഷിക മേഖലയുള്ള ഭൂപ്രദേശം. അതുകൊണ്ട് തന്നെ മറ്റ് നാട്ടുരാജ്യങ്ങളെ കിടക്കുന്നതിനേക്കാൾ ഉപരിയായി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഔദ് കിടക്കാനാണ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ ആ ഭക്ഷണത്തിൽ ഉൾപ്പെടാൻ പോകുന്ന ചെറി എന്നൊക്കെയാണ് അവർ വിളിക്കുക. ഏ അപ്പോ അപ്പൊ സ്വാഭാവികമായിട്ടും ഔദില് കൂടുതൽ ബ്രിട്ടീഷ് സൈനികർ എത്തിച്ചേർന്നു. പക്ഷേ ആദ്യ വിജയം ആർക്ക് തന്നെയായിരുന്നു? ഔദിലെ ഭരണാധികാരികൾക്ക് തന്നെയായിരുന്നു. രണ്ടാം ഘട്ടത്തിലാണ് ഔദ് ബ്രിട്ടീഷുകാർ തിരിച്ചുപിടിക്കുക. 1857 വിപ്ലവ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് എവിടെയായിരുന്നു? ഔദായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ലക്നൌവിലാണ്. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് എവിടെയായിരുന്നു? ഔദിലായിരുന്നു. അതുകൊണ്ട് ഔദ് എങ്ങനെയും കീഴടക്കണം എന്നൊരു ചിന്താഗതിയാണ് ആർക്കുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് പൊതുവിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഔദിലെ സിൻഹട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഔദിലെ ചീഫ് കമ്മീഷണർ ആയിരുന്നു ഹെൻറി ലോറൻസ്. കാരണം ആദ്യ വിജയം ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു, വിപ്ലവകാരികൾക്കാണ്. രണ്ടാം ഘട്ടത്തിലാണ് ഔദ് ബ്രിട്ടീഷുകാർ കീഴടക്കുക. ഈ സിൻഹട്ട് യുദ്ധത്തിൽ കലാപകാരികളെ നയിച്ചത് ബർക്കത്ത് അഹമ്മദാണ്. അല്ലെങ്കിൽ സിൻഹട്ട് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ബർക്കത്ത് അഹമ്മദാണ്. ഓർമ്മിച്ചേക്കാമോ? ഔദ് കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന യുദ്ധമാണ് സിൻഹട്ട് യുദ്ധം. ഈ സിൻഹട്ട് യുദ്ധത്തിൽ ഹെൻറി ലോറൻസിനെ വധിച്ച് സിൻഹട്ട് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ബർക്കത്ത് അഹമ്മദാണ്. ഓക്കെ, തുടർന്ന് ബർക്കത്ത് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ഔദില് കലാപകാരികൾ സിൻഹട്ട് യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം ഈ കലാപകാരികൾ ഔദിലെ നവാബായി നിയമിച്ചത് ആരെ? ബിർജുസ് ഖാദറിനെയാണ്. ഓക്കെ, ബിർജസ് ഖാദറിനെ നിയമിച്ചു. പക്ഷേ ബിർജസ് ഖാദർ ആരോട് പരാജയപ്പെട്ടു? ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടു. അങ്ങനെ ഔദ് പൂർണ്ണമായിട്ട് ആരെ ഏറ്റെടുത്തു? ബ്രിട്ടീഷുകാർ. ഓക്കെ, അപ്പോ ലക്നൗ, ഔദ്, ആഗ്ര എന്നിവിടങ്ങളിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു. ഔദിലെ ചിൻഹട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഔദിലെ ചീഫ് കമ്മീഷണർ ആയിരുന്നു ഹെൻറി ലോറൻസ്. ഹെൻറി ലോറൻസിനെ വധിച്ചത് സിൻഹട്ട് യുദ്ധത്തിൽ വിപ്ലവകാരികൾക്ക് നേതൃത്വം നൽകിയ ബർക്കത്ത് അഹമ്മദാണ്. അഥവാ സിൻഹട്ട് യുദ്ധത്തിൽ വിജയിച്ചത് ആരെന്ന് ചോദിച്ചാൽ വിപ്ലവകാരികളാണ്. വിപ്ലവകാരുടെ നേതാവാരാ? ബർക്കത്ത് അഹമ്മദ്. തുടർന്ന് വിപ്ലവകാരികൾ എന്ത് ചെയ്തു? ഔദിലെ നവാബായി ആരെ നിയമിച്ചു? ബിർജസ് ഖാദറെ നിയമിച്ചു. പക്ഷെ അദ്ദേഹം പിന്നീട് ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുകയും ചെയ്തു. ഔദ്, ജഗദീഷ്പൂർ, ബീഹാർ, ആറ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് കുൻവർ സിംഗ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൻവർ സിംഗ് എന്നാണ്.
അപ്പോൾ കൻവർ സിംഗ് ആംഗലേയത്തിൽ എഴുതുമ്പോൾ KUN എന്നാണ് ആരംഭിക്കുക. അത് SCERT പുസ്തകത്തിൽ അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കുൻവർ സിംഗ് ആയി. ഇപ്പോൾ PSC കുൻവർ സിംഗ് എന്നാണ് ഓപ്ഷനിൽ തരിക. പണ്ട് കാലത്ത് കൻവർ സിംഗ് ആണ് തന്നിരുന്നത്. നിലവിൽ കുൻവർ സിംഗ് എന്ന്. അത് ദയവായി ഓർമ്മിക്കുക കേട്ടോ. അപ്പൊ ഔദില് ആരുണ്ട്? ബീഗം ഹസ്രത്ത് മഹൽ പോരാടിയിട്ടുണ്ട് അല്ലേ? പിന്നെ ആരുണ്ട്? നമ്മുടെ ബർക്കത്ത് അഹമ്മദ് ഉണ്ട്. ബിർജിസ് ഖാദർ ഉണ്ട്. പിന്നെ ആരുണ്ട്? നമ്മുടെ കൻവർ സിംഗ് ഉണ്ട്. 1857 വിപ്ലവത്തിന്റെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ് അല്ലെ? ഒത്തിരി പ്രായമായിട്ടും നാട്ടുരാജ്യങ്ങൾക്ക് ഒരു വിപ്ലവത്തിൽ ഒരു ഏകീകരണ സ്വഭാവത്തോടു കൂടി എല്ലാവരെയും സഹായിക്കാനായിട്ട് കൻവർ സിംഗ് സഹായിച്ചു അല്ലെങ്കിൽ തയ്യാറായി എന്നതുകൊണ്ടാണ് കൻവർ സിംഗിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? 1857 വിപ്ലവത്തിന്റെ വന്യ വയോധികൻ എന്ന് വിളിക്കുക. നോക്കിയേ, ഔദിൽ അദ്ദേഹം സഹായം ചെയ്തു. ജഗദീഷ്പൂരില്, ബീഹാറില്, ആറ എന്നീ പ്രദേശങ്ങളിലും അദ്ദേഹം ആരെ സഹായിച്ചു? വിപ്ലവകാരികളെ. പക്ഷെ യഥാർത്ഥ പ്രദേശം കൻവർ സിംഗിന്റെ യഥാർത്ഥ വിപ്ലവ കേന്ദ്രം എന്ന് പറയുന്നത് ബീഹാർ. കൂടാതെ എവിടേക്ക് അദ്ദേഹം നയിച്ചിട്ടുണ്ട്? ഔദിലും ജഗദീഷ്പൂരിലും ആറയിലും. അതുകൊണ്ടാണ് പ്രിയ ഉദ്യോഗാർത്ഥികളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആദ്യമായി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഐക്യത്തോടുകൂടി ബ്രിട്ടീഷുകാരെ എതിർക്കുന്നത് 1857 വിപ്ലവത്തിലാണ്. അതുകൊണ്ടാണ് ദേശീയതയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടതാണ് 1857 വിപ്ലവം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വീണ്ടും ഝാൻസി കൂടാതെ ഗോളിയോർ, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഝാൻസിയിലെ റാണിയായ ഝാൻസി റാണിയാണ്. അപ്പൊ ഝാൻസിയാണ് പ്രധാന കേന്ദ്രം. കൂടാതെ ഗോളിയോറിലും ബുന്ദേൽഖണ്ഡിലും ഝാൻസി റാണി ബ്രിട്ടീഷുകാരെ എതിർത്തു. ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷാ. ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷാ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഔദ, ജഗദീഷ്പൂർ, ബീഹാർ, ആറ എന്നിവിടങ്ങളില് കൻവർ സിംഗ് ആണ്. ഝാൻസി, ഗോളിയോർ, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളില് ഝാൻസി റാണി തന്നെ. ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷായാണ്. ബറേലി, റോഹിൽഖണ്ഡ് എന്നിവിടങ്ങളില് ഖാൻ ബഹദൂർ ഖാനും. ബറേലി, റോഹിൽഖണ്ഡ് എന്നിവിടങ്ങളില് ആരാണ്? ഖാൻ ബഹദൂർ ഖാനാണ്. രാജസ്ഥാനിലെ കോട്ടയില് നേതൃത്വം നൽകിയത് ലാലാ ജയ്ദാലാണ്. കുളുവില് രാജാ പ്രതാപ് സിംഗും. ഓക്കെ, എന്തൊക്കെയാണ്? ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷാ, ബറേലി, റോഹിൽഖണ്ഡ് എന്നിവിടങ്ങളില് ഖാൻ ബഹദൂർ ഖാൻ. രാജസ്ഥാനിലെ കോട്ടയില് ലാല ജയ്ദാൽ നേതൃത്വം നൽകി. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്ര പ്രാധാന്യമുള്ള ഭൂപ്രദേശമാണ് കുളു അല്ലെ? കുളുവില് ബ്രിട്ടീഷുകാരെ നയിച്ചത്, ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? രാജാ പ്രതാപ് സിംഗ് ആണ്. ഓക്കെ അല്ലേ? സെറ്റാണേ? ഇനിയും കുറച്ച് നേതാക്കളുടെ കേട്ടോ. ഓക്കെ, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഔദ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? നമ്മുടെ മൗലവി അഹമ്മദുള്ളയായിരുന്നു. കാരണം ഔദ് ഭൂപ്രദേശത്താണ് ബ്രിട്ടീഷർ ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടെന്ന് പറഞ്ഞല്ലോ. ആ കാലയളവില് ഏറ്റവും കൂടുതൽ സൈനികരെ നൽകി സഹായിച്ചത് ആരായിരുന്നു? നമ്മുടെ മൗലവി അഹമ്മദുള്ളയായിരുന്നു. ഓക്കെ, മൗലവി അഹമ്മദുള്ളയെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഡങ്കർ ഷാ എന്ന് വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എവിടെ പോയാലും ഇദ്ദേഹത്തിന്റെ കൂടെ ചെണ്ട കൊട്ടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അത് ജനങ്ങൾ അറിയണം, താൻ വരുന്നു അല്ലെ? താൻ എന്ന ഭരണാധികാരി വരുന്നുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം പല്ലക്കിൽ പോകുമ്പോൾ എപ്പോഴും ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ചെണ്ട കൊട്ടുന്നവർ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളത്തിനൊക്കെയല്ലേ ചെണ്ട ഉപയോഗിക്കുന്നത് അല്ലെ? ചെണ്ടമേളക്കാർ ഉപയോഗിക്കുക. പക്ഷെ അദ്ദേഹം എവിടെ പോയാലും ചെണ്ടമേളക്കാർ കൂടെ ഉണ്ടാവും. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കും, ഈ പല്ലക്കിൽ പോകുന്ന ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു തുടങ്ങി? ഡങ്കഷ, ചെണ്ട കൂടെയുള്ള മൗലവി എന്ന് വിളിച്ചു തുടങ്ങി കേട്ടോ. ആത്മീയമായി ജനങ്ങളെ പഠിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോ മൗലവി അഹമ്മദുള്ള ഔദ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കമാണെന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. ഇദ്ദേഹമാണ് ഫൈസാബാദില് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. മുറാദാബാദില് അബ്ദുൾ അലി ഖാൻ. മുറാദാബാദിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അബ്ദുൾ അലി ഖാൻ ആണ്. അലഹാബാദില് ലിയാഖത്ത് അലി. ലിയാഖത്ത് അലി. ലിയാഖത്ത് അലി അവിടെ പറയാവുള്ളൂ. ലിയാഖത്ത് അലി ഖാൻ പറയരുത്, അത് വേറെയാണ് കേട്ടോ. അലഹാബാദിൽ ലിയാഖത്ത് അലിയും കേട്ടോ. അപ്പൊ മുറാദാബാദില് അബ്ദുൾ അലി ഖാൻ, അലഹാബാദില് ലിയാഖത്ത് അലി. ഈ വിപ്ലവകാരികളെയും ഒന്നുകൂടെ നമുക്കൊന്ന് റിവിഷൻ ചെയ്താലും. പ്രധാന വിപ്ലവ കേന്ദ്രങ്ങളും നേതാക്കളും ഒന്നുകൂടെ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഔദ് മേഖലയിലെ കലാപത്തിന് വിളക്കമാണെന്ന് അറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ള തന്നെ. ഡങ്കഷ എന്നറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ള തന്നെ. മുറാദാബാദില് അബ്ദുൾ അലി ഖാൻ, അലഹാബാദില് ലിയാഖത്ത് അലി. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇതുകൊണ്ട് വിപ്ലവ കേന്ദ്രങ്ങളും പ്രധാന നേതാക്കളും. അതാണ് PSCക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെ? ഡൽഹിയില് ബഹദൂർ ഷാ സെക്കൻഡ് കൂടാതെ ജനറൽ അഫ്യർ ഖാൻ. ബഹദൂർ ഷാ സെക്കൻഡ് ജനങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി പുറപ്പെടുവിച്ച വിളംബരമായിരുന്നു അസംഗഡ് വിളംബരം. ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ജനറൽ നിക്കോൾസൺ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിളിച്ചത് മിർസ ഗാലിബ്. അദ്ദേഹമായിരുന്നു ഈ ഡൽഹിയിലെ കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ ഉറുദു കവി.
ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് ബർമയിലേക്ക്, അതായത് ഇന്നത്തെ മ്യാൻമാറിലേക്ക്. വിപ്ലവകാലത്ത് കോൾ ഗോത്രവർഗ്ഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഗോനു ആയിരുന്നു. ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലാണ്. പ്രധാന കലാപ കേന്ദ്രങ്ങളും അവിടുത്തെ നേതാക്കളെയും പരിചയപ്പെടാം. മീററ്റില് കദം സിംഗ്, കാൺപൂരില് നാനാ സാഹിബ്, താന്തിയ തോപ്പി, അസമുല്ല ഖാൻ എന്നിവർ നാനാ സാഹിബിനെ സഹായിച്ചു. കാരണം നാനാ സാഹിബിന്റെ സൈനിക മേധാവിയും സുഹൃത്തുമാണ് താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ ദിവാനും സുഹൃത്തുമാണ് അസമുല്ല ഖാൻ. അസമില് മണിറാം ദത്ത, ബറോട്ടില് ജാട്ട് നേതാവായ ഷാമാൻ, ലക്നൗ, ഔദ്, ആഗ്ര എന്നിവിടങ്ങളില് ബീഗം ഹസ്രത്ത് മഹൽ. ഇദ്ദേഹം പരാജയപ്പെട്ടതോടുകൂടി എന്ത് ചെയ്തു? ബീഗം എവിടേക്ക് രക്ഷപ്പെട്ടു? നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു. ഔദിലെ ചിൻഹട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഔദിലെ ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണർ ഹെൻറി ലോറൻസ് ആയിരുന്നു. PSC ചോദിക്കാം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ഔദിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഔദിലെ ചിൻഹട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ചീഫ് കമ്മീഷണർ ആര്? അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ഹെൻറി ലോറൻസ്. ഹെൻറി ലോറൻസിനെ പരാജയപ്പെടുത്തിയത് ആരാ? ബർക്കത്ത് അഹമ്മദ്. അല്ലെങ്കിൽ ചിൻഹട്ട് യുദ്ധത്തിൽ വിജയിച്ചത് ആരാ? ബർക്കത്ത് അഹമ്മദ്. കലാപകാരികൾ ചിൻഹട്ട് യുദ്ധത്തിന് ശേഷം ഔദിലെ നവാബായി ആരെ നിയമിച്ചു? ബർജസ് ഖാദർ നിയമിച്ചു. ഔദ്, ജഗദീഷ്പൂർ, ബീഹാർ, ആറ എന്നിവിടങ്ങളിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ഝാൻസി, ഗോളിയർ, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ വിപ്ലവം നയിച്ചത് ഝാൻസി റാണി. ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷാ, ബറേലി, റോഹ്ൽഖണ്ഡ് എന്നിവിടങ്ങളില് ഖാൻ ബഹദൂർ ഖാൻ. രാജസ്ഥാനിലെ കോട്ടയില് ലാലാ ജയ്ദാല് നേതൃത്വം നൽകി. വിനോദസഞ്ചാര പ്രാധാന്യമുള്ള കുളുവില് വിപ്ലവം നയിച്ചത് രാജ പ്രതാപ് സിംഗും. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കമാടമെന്നറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ള തന്നെ. ഡങ്കഷ, ചെണ്ട കൂടെയുള്ളവൻ എന്നറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ള തന്നെ. മുറാദാബാദില് അബ്ദുൽ ഖലീഖാൻ നേതൃത്വം നൽകി. അലഹാബാദിലെ ലിയാഖത്ത് അലിയും. സെറ്റാണ്. അപ്പോ 1857 വിപ്ലവം അഥവാ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, എല്ലാ PSC പരീക്ഷകളിലും സ്ഥിരം ആവർത്തിക്കുന്നതാണ്. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും പോകത്തില്ല. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കുക. നമുക്ക് കൃത്യമായി പഠിച്ചു പോകാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരാണല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ. അവരും ലക്ഷ്യത്തിലെത്താൻ ഈ ക്ലാസ് സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.